നമസ്കാരം. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുകയും ഡോളറിന്റെ റേറ്റ് കൂടുകയും ചെയ്യുന്നത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് പ്രധാനമായിട്ട് 3 കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ഫോറിൻ കറൻസിയുടെ ശേഖരം, റിസർവ്, അത് കുറയുമ്പോഴാണ് പൊതുവെ ഡോളറിന്റെ വാല്യൂ കൂടുന്നത്. ഇത് ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്താൽ, അതായത് നമുക്കറിയാം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡോളർ ആവശ്യമാണ്, കാരണം ഫോറിൻ കൺട്രികൾക്ക് നമ്മൾ പൈസ കൊടുക്കണം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ പൈസ ഫോറിൻ റിസർവ്, അതായത് US ഡോളർ നമ്മുടെ ഇന്ത്യയിലോട്ട് വരും. അപ്പൊ നമുക്ക് കൂടുതലും കരുതൽ ശേഖരം കൂടും. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ആളുകൾ പൈസ, പ്രത്യേകിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഡ്രോ ചെയ്യുമ്പോഴും നമുക്ക് ഡോളറിൽ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഒരുപാട് ഫോറിൻ കറൻസി ഇന്ത്യയിലോട്ട് വരും. അപ്പൊ നമ്മുടെ ഡോളറിന്റെ വാല്യൂ കുറയും, ഇന്ത്യയുടെ മൂല്യം കൂടും. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ ഡോളറിന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. 695 ബില്യൺ US ഡോളറിന്റെ കരുതൽ ശേഖരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരമുള്ളത്. ലോകത്തിലെ തന്നെ 5ാമത്തെ ഏറ്റവും വലിയ കരുതൽ ശേഖരമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ചൈനയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അവർക്ക് 3.13 ട്രില്യൺ US ഡോളർ ആണ് ഫോറിൻ റിസർവ് ഉള്ളത്.